ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന്റെ പിറ്റേ ദിവസം മുതൽ ഇവരോട് എല്ലാവരോടും പറയുന്നതാണ്, പ്രതികരിക്കണം, നിർമ്മാതാക്കളുടെ സംഘടന എന്താണ് അവരുടെ സ്റ്റാൻഡ് എന്നുള്ളത് പൊതുസമൂഹത്തിനോട് പറയണം എന്ന് പറയുന്നതാണ്. അപ്പം നിങ്ങൾ തന്നെ പലപ്പോഴും എന്നെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അകത്ത് നിന്ന് ഇവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അവരല്ലേ മുന്നോട്ട് വന്ന് സംസാരിക്കേണ്ടത്. അപ്പോൾ അത് ഇത്രയുമായിട്ടും നടക്കാതെ വരുന്നു എന്ന കാര്യം ഇതിന് ഇഗ്നോർ ചെയ്ത് വിടാം എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം എന്ന് മനസ്സിലായതുകൊണ്ടാണ് മുന്നോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. അതേ സ്വേച്ഛാധിപത്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പൊ അത് ഈ പറയുന്ന അതിപ്പോ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, വർഷങ്ങളായിട്ട് ഇതേ അസോസിയേഷനിൽ ഇരിക്കുന്ന ഒരു 3-4 പേരാണ് എല്ലാ അസോസിയേഷൻസിലും ഇരിക്കുന്നത്. അവർ തന്നെ മാറി മറിഞ്ഞ് അവരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത് ആരിവിടെ സിനിമ ചെയ്യണം ചെയ്യണ്ട, ആരുടെ പടം വിൽക്കണം വിൽക്കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ചു പേര് മാത്രം പടങ്ങൾ ചെയ്യുന്നു, കുറച്ചു പേർക്ക് ചെയ്യാൻ പറ്റാണ്ടാവുന്നു, കുറച്ചു പേര് പടം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിക്കേ വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു.